ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയുടെ പറയാൻ പോകുന്നത് ഇത് മാരുതി ആൾട്ടോ ആണ്. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിലെ ലെഫ്റ്റ് സൈഡിലെ ഡോർ നമുക്ക് ലോക്ക് ചെയ്യാനും പറ്റുന്നില്ല, അൺലോക്ക് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെൻട്രൽ ലോക്ക് വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ സെൻട്രൽ ലോക്കിന്റെ ആക്ച്വേറ്റർ നമ്മൾ കുറെ നാൾ ചിലപ്പോൾ ഉപയോഗിക്കാതിരുന്നാലോ ഇല്ലെന്നുണ്ടെങ്കിലോ ഇതിന്റെ ആക്ച്വേറ്റർ സ്റ്റക്ക് ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊക്കാനും പറ്റില്ല. അതായത് ആ ഡോറിന്റെ ലോക്ക് നോബയിൽ പിടിച്ച് നമുക്ക് പൊക്കാനും പറ്റില്ല, താക്കാനും പറ്റത്തില്ല. അത് താന്ന് തന്നെ ഇരിക്കുകയാണ്, ഡോർ തുറക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതപ്പോൾ അത് നമുക്ക് നോക്കാം അതിന്റെ ആക്ച്വേറ്റർ സ്റ്റക്കായത് എങ്ങനെയാണെന്ന്. ആക്ച്വേറ്റർ സ്റ്റക്കാവാനാണ് കാരണം, ഏറ്റവും കാരണം കൂടുതലും. അപ്പോൾ നമുക്ക് അതിന്റെ ഡോർ പാഡ് അഴിച്ചു നോക്കാം. ഡോർ പാഡ് അഴിക്കാൻ വേണ്ടി നമുക്ക് ഡോർ തുറക്കാനായിട്ട് പറ്റില്ല. ഡോർ പാഡ് അഴിച്ചാൽ മാത്രമേ നമുക്കിത് അൺലോക്ക് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വെച്ച് തന്നെ ഡോർ പാഡ് നമുക്ക് അഴിക്കണം. അപ്പോൾ അത് ആദ്യം ആ കംപ്ലൈന്റ് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ ഫ്രണ്ട് ലെഫ്റ്റ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഡോർ നോബ് നോക്കുക, താഴോട്ടാകുമ്പോൾ താഴോട്ട് വരുന്നുണ്ട്, നമുക്ക് തുറക്കാനായിട്ട് സാധിക്കും. അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുറക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതാണ് കംപ്ലൈന്റ് ആയിട്ട്, ഇതിന്റെ ബാക്കിലെയാണ് കംപ്ലൈന്റ് ആയിട്ട് വന്നേക്കുന്നത്. നമുക്ക് ഈ നോബ് ഇപ്പൊ ലോക്ക് ആയിട്ടിരിക്കുകയാണ്, ഡോർ നമുക്ക് തുറക്കാനായിട്ട് സാധിക്കും. ഇത് മുകളിലോട്ട് പൊങ്ങി വരുന്നില്ല, സ്റ്റക്കായിട്ട് തന്നെ ഇരിക്കുകയാണ്, താഴോട്ടും പ്രസ് ആവുന്നില്ല. മീൻസ് ലോക്ക് ആയിട്ടിരിക്കുകയാണ് വണ്ടി, ഇത് മുകളിലോട്ട് പൊങ്ങുന്നില്ല. നമ്മൾ എത്ര ബലം പ്രയോഗിച്ചാലും പൊങ്ങുന്നില്ല. ഒത്തിരി ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ നിന്നുള്ള ക്ലിപ്പും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെച്ച് തന്നെ ഡോർ പാഡ് ഓപ്പൺ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പൊങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ലോക്കായി കിടക്കുന്നതുകൊണ്ട് ഈ ഡോർ നമുക്ക് തുറക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ ഡോർ പാഡ് അകത്തുനിന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡോർ പാഡ് അഴിക്കാനായിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, നോക്കിയാൽ മനസ്സിലാകുന്നതിന് ഉള്ളിൽ ഒരു സ്ക്രൂ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഡോർ ഹാൻഡിൽ, ഇന്നർ ഹാൻഡിലിന്റെ അവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, ഇവിടെ ഒരു നോബ് വരുന്നുണ്ട്. ഇവിടെ ഇത് നമുക്ക് അഴിക്കാനായിട്ട് ഇതിനകത്ത് ഒരു ചെറിയ ക്ലിപ്പ് വരുന്നുണ്ട്. അത് വീഡിയോയിൽ കറക്റ്റ് കിട്ടുമെന്നറിയില്ല. ആ ക്ലിപ്പ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ പാഡ് നമുക്ക് ഇങ്ങോട്ട് വലിച്ചെടുക്കാനായിട്ടേ സാധിക്കുകയുള്ളൂ. വലിച്ചിങ്ങോട്ട് നമുക്ക് കുറച്ച് പുറത്തോട്ട് വെക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ആക്ച്വേറ്ററിന് വിടാനും അല്ലെങ്കിൽ അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആദ്യം അഴിച്ചെടുക്കാം. നമുക്ക് ഈ ഒരു സ്റ്റാർ അഴിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റാർ അഴിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഇത് ഊരിയെടുക്കുക. അതിനുശേഷം ഇങ്ങോട്ട് ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്താൽ മാത്രമേ ഇത് ഊരി വരുള്ളൂ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ ഊരി വരില്ല. ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുക, ഇതിനെ ക്ലിപ്പ് പിടിച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ലോക്കാണ് എടുക്കേണ്ടത്. ഇതിന്റെ ലോക്ക് എടുക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് ഒരു ലോക്കുണ്ട്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിന്റെ ഇടയ്ക്കാണ് ആ കമ്പി, അതായത് ആ കമ്പിയുടെ ഒരു എൻഡ് വരുന്നുണ്ട്. ആ എൻഡിൽ നമ്മൾ ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇങ്ങനെ തള്ളി പിടിച്ചുകൊണ്ട് ഈ ഡോറിനെ ഒന്ന്, ഈ ഡോർ ഹാൻഡിലിനെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഊരി വന്നിട്ടുണ്ട്. ഇതാണ് അതിന്റെ ലോക്ക് വരുന്നത്. ഇതിനകത്തോട്ട് വന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇടുന്ന ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഡോർ പാഡ് ഊരി വരെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ അഴിയുന്നില്ല, കാരണം ഇതിനകത്ത് തുരുമ്പ് പിടിച്ചിട്ട് ഇതിനകത്ത് നല്ല തുരുമ്പായിട്ട് ഈ സ്ക്രൂ അഴിയുന്നില്ല. ഇതിൻ്റെ അകത്തെ ആ റൗണ്ടായിട്ട് മാറിയേക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ഇതിനെ, ഈ കപ്പിനെ താഴോട്ട് തള്ളി എടുത്തിട്ട് ഡോർ പാഡ് ഊരിയതിന് ശേഷം അകത്തുനിന്ന് ആ സ്ക്രൂ അഴിച്ചെടുത്തിട്ട് നമുക്ക് പുതിയ സ്ക്രൂ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സിമ്പിളായിട്ട് ഊരി വരാൻ വേണ്ടിയിട്ട് ഈ നോബ് കൂടെ നമുക്കൊന്ന് ഊരിയെടുക്കാം. ഈ നോബ് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ മുകളിലോട്ട് വരുന്നില്ല. ഇത് നമ്മൾ താഴോട്ട് വെച്ച് കഴിഞ്ഞിട്ട് മേലോട്ട് വലിക്കുമ്പോൾ ഇത്രയും നല്ല സിമ്പിളായിട്ട് വരേണ്ടതാണ്, പക്ഷെ ഇത് വരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഡോർ പാഡ്, ഈ നോബോട് ഊരിയിട്ട് ഡോർ പാഡ് ഇങ്ങോട്ട് വലിച്ചെടുക്കാം. ഇവിടെ ഒരു ഇതിനകത്തായിട്ട്, ഈ ഡോർ പാഡിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു ക്ലിപ്പ് വരുന്നതാണ്, ബുള്ളറ്റ് ക്ലിപ്പ് വരുന്നതാണ്. പക്ഷെ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. ഡോർ പാഡ് കുറച്ചിങ്ങോട്ട് വലിച്ചു വെക്കാം. നമ്മളിപ്പോൾ ഡോർ പാഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചിട്ട് ഒരു ശകലം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇളക്കാനായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ബാക്കിയുള്ളത് പൊക്കി ഇങ്ങനെ ഈ ഭാഗത്ത് വെച്ച് നമ്മളിങ്ങനെ ഒരു ചെറിയ സ്കൂട്ടർ വെച്ചിട്ട് പൊക്കി കഴിഞ്ഞാൽ ഈ ഭാഗം ഇങ്ങനെ പൊങ്ങി വരും. അതിനുശേഷം ഇങ്ങോട്ട് ഇങ്ങനെ പൊക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഊരിയൊക്കെ സിമ്പിൾ അല്ല, ഇച്ചിരി പാടാണ് ഊരി എടുക്കാനായിട്ട്. കാരണം ഇവിടുത്തെ സ്ക്രൂ അഴിയാത്തതുകൊണ്ട് ഇച്ചിരി പാടാണ് ഇത് ഊരി എടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡോർ നോബിൽ ഇത് പൊങ്ങുന്നില്ല. ഇതാണ് ഇതിന്റെ കാരണം. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ ഇതാണ് ഇതിന്റെ ആക്ച്വേറ്റർ വരുന്നത്. ഈ സാധനമാണ് ഇതിന്റെ ആക്ച്വേറ്റർ. ഇത് കാണാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. ഈ കാണുന്നതാണ് ഇതിന്റെ ആക്ച്വേറ്റർ വരുന്നത്. അത് നമ്മൾ മേലോട്ടും താഴോട്ടും ആക്കിയാൽ ആ മോട്ടർ ഈ ഭാഗം ഇങ്ങോട്ട് വന്നാൽ മാത്രമേ ഇത് അൺലോക്കിലോട്ട് വരത്തുള്ളൂ. ഇത് ഇങ്ങോട്ട് വരുന്നില്ല.
പിടിച്ച് വലിച്ചാൽ പോലും ഇതിന്റെ മോട്ടർ സ്റ്റക്കായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രൂ ലൂസ് ചെയ്യണം. ഇത് ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഈ ഒരു സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിവറിൽ ഈ ലിവറാണ് ഈ പോകുന്നത്. ഈ അൺലോക്ക് ചെയ്യാനുള്ള ലിവർ ഇവിടെ വന്നൊരു കണക്ഷൻ വരുന്നു. ഈ ലിവർ, ഈ താഴെ കാണുന്ന ലിവർ നേരെ താഴോട്ട് വന്നിട്ട് ഈ ഭാഗത്ത് വന്നിട്ട് ഇവിടുന്ന് നേരെ മുകളിലോട്ടാണ് ഇതിന്റെ കണക്ഷൻ വരുന്നത്. അപ്പൊ ഈ താഴത്തെ ലിവറിലാണ് ഇതിന്റെ ആക്ച്വേറ്ററിന്റെ ഒരു ലിവർ ഫിറ്റ് ചെയ്തേക്കുന്നത്. നോക്കിയാലേ മനസ്സിലാവും. ഈ കാണുന്ന ലിവർ ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ രണ്ട് സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്ച്വേറ്ററുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ പോകും. നമുക്ക് സിമ്പിൾ ആയിട്ട് അൺലോക്ക് ചെയ്തിട്ട് ഡോർ തുറക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇത് ലൂസ് ചെയ്യാം. ഈ രണ്ട് സ്ക്രൂ, മുകളിൽ കാണുന്ന രണ്ട് സ്ക്രൂ നമ്മൾ ഈ ചെറിയ സ്റ്റാർ വെച്ചിട്ടാണ് ഇത് ലൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോ രണ്ടും ലൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ലൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിപ്പോ ഈ ലിവർ ഫ്രീ ആയിട്ടുണ്ട്. ഈ ലിവറിനകത്ത് കൂടെയാണ് കയറി കിടക്കുന്നത്. ഈ ലിവറിൽ പിടുത്തം കിടന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഈ രണ്ട് സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അൺലോക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ, ഇപ്പോൾ മുകളിലോട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും അതിന്റെ ആ ഒരു ആക്ഷൻ വന്നേക്കുന്നത്. ഇപ്പോൾ അൺലോക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോർ തുറക്കാം. ഡോറ് ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ആ ഒരു കംപ്ലൈന്റ് കറക്റ്റ് ആയിട്ട് ഈ ഡോർ പാഡ് അഴിച്ചെടുത്തിട്ട് നോക്കാം. നമുക്ക് ഈ ഒരു സ്ക്രൂ ആണ് ഈ ഡോർ പാഡ് ഇങ്ങോട്ട് അഴിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. ഇങ്ങോട്ട് നോക്കിയാൽ ഫുള്ള് വെള്ളം ഇറങ്ങിയിട്ട് തുരുമ്പ് പിടിച്ചിരിക്കുന്ന ഒരു അവസരം മിക്കവാറും ഉള്ള ഈ പഴയ വണ്ടികളിൽ ഇതിനകത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ തുടച്ച് കളയാതെ വരുമ്പോൾ ഈ സ്ക്രൂവിന്റെ ആ ഒരു കൊണ്ട പോകുന്ന നമുക്ക് പിന്നെ അഴിച്ചെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഇതിനെ ജസ്റ്റ് മുകളിലോട്ട് പ്രസ് ചെയ്ത് ഇതിനെ പൊക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമ്മളിപ്പോ ഡോർ പാഡ് അഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്ക്രൂ ലൂസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ശകലം, കാരണം പുതിയ സ്ക്രൂ നമുക്ക് ഇടണം. കാരണം പിന്നീട് എപ്പോഴെങ്കിലും ഡോർ പാഡ് അഴിക്കണമെന്നുണ്ടെങ്കിൽ പിന്നീട് അത് പാടായിരിക്കും. അതിനുശേഷം നമുക്ക് ലോക്ക് പ്ലെയർ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഈ സ്ക്രൂവിന്റെ ഈ എൻഡ് മാത്രം ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം. ലോക്ക് ചെയ്തിട്ടൊന്ന് തിരിക്കാം. ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രൂ ഫ്രീ ആയിട്ടുണ്ട്. ഈ ഒരു പ്രോസസ് വെച്ചിട്ട് നമുക്ക് ഫുള്ള് അയച്ചെടുക്കാം. അത് നോക്കിയാൽ നമ്മളത് ഊരി എടുത്തിട്ടുണ്ട്. ഇച്ചിരി പാട് വിട്ടിട്ടാണ് അത് ഊരി എടുത്തത്. ഇങ്ങോട്ട് നോക്കിയാൽ ഫുള്ള് തുരുമ്പ് പിടിച്ചത്. അതായത് ഈ വെള്ളം കയറിയിട്ടാണ് ഇതിനകത്ത് ഈ തുരുമ്പ് വരുന്നത്. നോക്കിയാലേ മനസ്സിലാവും. ഫുള്ളായിട്ട് ഇതിനകത്ത് തുരുമ്പ്, ആ സ്ക്രൂവിന്റെ ഫുള്ള് സ്ക്രൂ തുരുമ്പ് പിടിച്ചുകൊണ്ടാണ് അത് അഴിയാതെ വന്നത്. കാരണം മെയിനായിട്ട് ഈ ഇവിടെ വെള്ളം കയറിയിട്ട് ഈ ഒരു ആ ഒരു സ്റ്റാറിന്റെ ആ കെർവും കാര്യങ്ങളും എല്ലാം പോയി. അപ്പോൾ ഇനി നമുക്ക് പുതിയ സ്ക്രൂ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഇതിന്റെ ആക്ച്വേറ്ററിന്റെ അവസ്ഥ നോക്കാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ആക്ച്വേറ്റർ. നമ്മളിപ്പോൾ ഈ ലിവറാണ് ഫ്രീ ആക്കിയേക്കുന്നത്. ഇതിപ്പോൾ ഡോർ ലോക്ക് അൺലോക്ക്. ഇങ്ങോട്ട് നോക്കിയാൽ ഈ ഭാഗത്തോട്ട് നോക്കിയാൽ നമ്മൾ ഈ ലിവർ പിടിക്കുമ്പോൾ ലോക്ക് ആവുന്നുണ്ട്, അൺലോക്കും ആവുന്നുണ്ട്. ആ ഒരു ഭാഗം നമ്മൾ ഈ സ്ക്രൂ ലൂസ് ചെയ്തപ്പോൾ ഇത് പോയിട്ടുണ്ട്. ഈ സ്ക്രൂവിന് കാരണം ഇവിടെ ഈ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിവറിന് പിടുത്തം വരും. നമ്മൾ ലോക്ക് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഈ മോട്ടറാണ് ഇതിനെ ലോക്ക് അൺലോക്ക് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ചെറിയ മോട്ടറാണ്. ഇതിന് ഓൾറെഡി ഇതിനകത്ത് വെള്ളം കയറിയിട്ട് ഇതിന്റെ ആ ഒരു സ്ക്രൂവും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാലും മനസ്സിലാവും. ഫുള്ള് തുരുമ്പ് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഫുള്ള് സ്റ്റക്കായിട്ട് തുരുമ്പ് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മോട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നില്ല. അതാണ് ഇതിന്റെ കംപ്ലൈന്റ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ സ്ക്രൂ അങ്ങ് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് വിട്ടാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സ്ക്രൂ ഇനി അഴിച്ചെടുക്കുക. കാരണം പിന്നീട് ആക്ച്വേറ്റർ നമുക്ക് മേടിച്ചിട്ട് ഈ ഭാഗങ്ങൾ നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ സ്ക്രൂ ഇനി അഴിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റാറൂടെ നമ്മളിങ്ങനെ അഴിച്ചെടുക്കുന്നുണ്ട്. ഈ സ്റ്റാർ നമ്മൾ ലൂസ് ചെയ്തിട്ട് ഇതിനെ ഇങ്ങോട്ട് പിടിക്കുക. അതിനുശേഷം ഇത് ഊരിയെടുക്കുക. അതിനുശേഷം ഈ ലിവർ നമ്മളിപ്പോൾ ഊരി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഈ ലിവർ ഇതിനകത്ത് തന്നെ ഇട്ടിട്ട് ഈ സ്ക്രൂവും ഇതിനകത്ത് തന്നെ അറ്റാച്ച് ആയിട്ട് വെക്കുക. കാരണം ഇത് സെപ്പറേറ്റ് കിട്ടാനായിട്ട് പാടാണ്. അപ്പൊ ഈ മോട്ടർ നമുക്ക് വാങ്ങിയിട്ട് മാറണം. അത് വാങ്ങുന്ന സമയത്ത് നമുക്കിത് മാറ്റി വെക്കേണ്ടതായിട്ടാണ്. മോട്ടർ വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ നേരെ ഇതിനകത്ത് രണ്ട് വയർ സോക്കറ്റ് വരും. ആ സോക്കറ്റ് ഇതിനകത്തോട് ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 വയർ സെപ്പറേറ്റ് ആയിട്ടാണ് ഒരു സോക്കറ്റ് വരുന്നത്. ഈ കാണുന്ന സോക്കറ്റ് ഇത് ജസ്റ്റ് കളർ കോഡ് നോക്കിയിട്ട് സെയിം കളർ തന്നെ കറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മോട്ടർ നമുക്ക് മാറിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഫിറ്റ് ചെയ്തിട്ട് ഇനി ഡോർ അൺലോക്ക് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം.
ഇപ്പോൾ ഈ മോട്ടർ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുതിയ മോട്ടർ മേടിക്കണം. കാരണം നമ്മളിത് അഴിച്ചെടുത്തത് കാരണം ഇത് ലോക്ക് അൺലോക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് കയറി ലോക്ക്, അതായത് ജസ്റ്റ് ഇതിനകത്ത് കയറി കുരുങ്ങി കഴിഞ്ഞാൽ പിന്നെയും ഇതേ സെയിം കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. നമ്മളിത് കംപ്ലയിൻറ്റ് വരും, അതുകൊണ്ട് നമ്മളിത് കൊണ്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റക്കാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരില്ല. ഈ ആക്ച്വേറ്ററിന് വലിയ വിലയൊന്നുമില്ല. നേരത്തെയൊക്കെ 400 ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇപ്പോൾ അതിലും കുറവാണ് ഇതിൻ്റെ ആക്ച്വേറ്ററിൻ്റെ വില വന്നിട്ട്. ഇനി നമുക്കത് ഡോർ പാഡ് ഫിറ്റ് ചെയ്യാം. നമുക്കിനി ഡോർ പാഡ് ഫിറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിനകത്തോട്ട് ഇടാം. ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ലോക്കിൻ്റെ ഭാഗം ഇടാം. അതിനുശേഷം ഈ ലോക്കിൻ്റെ ഭാഗം ഇടാം. ജസ്റ്റ് പ്രസ് ചെയ്യുക. ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ക്ലിപ്പുകളെല്ലാം പ്രസ് ചെയ്ത് കയറ്റി വിടും. നമുക്ക് ഇത് ഇടാനായിട്ട് ജസ്റ്റ് ഇതിനെ പ്രസ് ചെയ്യുക നേരെ. അതിനുശേഷം ജസ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് വലിക്കാം. ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ ലോക്ക് വരില്ല. ഇനി നമുക്ക് ഇതിൻ്റെ സ്ക്രൂ ഫിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഗിയർ നോബ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗിയർ നോബ് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഡോറ് അൺലോക്ക് ആവുന്നുണ്ട്. ഓക്കെ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കൊടുക്കേണ്ടത് ഡോർ ഹാൻഡിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഡോർ ഹാൻഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ ലോക്ക് കറക്റ്റ് ഇതിനകത്തോട്ട് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്കാവും. ഈ 2 ലോക്കാണ് അങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ അകത്ത് കയറി ലോക്കാവുന്നത്. അതിനുശേഷം ഈ ഭാഗങ്ങളിടാം. അതിനുശേഷം ജസ്റ്റ് ഇതിനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ അത് ലോക്കാവും. ഗ്ലാസ് പൊങ്ങിയും താഴെയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു പുതിയ സ്ക്രൂ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആ സ്ക്രൂ കൊടുക്കാം. ഇവിടെ പുതിയൊരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും, അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ലോക്ക് ചെയ്യാൻ സാധിക്കും, അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ലോക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തുനിന്ന് തുറന്ന് നോക്കാം. തുറക്കുന്നില്ല. അൺലോക്ക് ചെയ്തിട്ട് നോക്കാം. അകത്തുനിന്ന് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അകത്തുനിന്ന് തുറക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് നമുക്ക് തുറക്കാൻ പറ്റില്ല. അൺലോക്ക് ചെയ്ത് നോക്കാം. അൺലോക്ക് ചെയ്യുമ്പോൾ തുറക്കുന്നു. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇത്? കാരണം ഈ ഡോർ പാഡ് അകത്തുനിന്ന് നിർത്തി അഴിക്കാനായിട്ട് ഇച്ചിരി പാടാണ് നിർത്തി അഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണിത്. നമ്മൾ ഈ ആക്ച്വേറ്റർ സ്റ്റക്കായി കഴിഞ്ഞാൽ നമ്മൾ ഡോർ അൺലോക്ക് നമുക്ക് ഡോർ തുറന്നെടുക്കാനായിട്ട് ഇങ്ങനെ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിതിൻ്റെ ആക്ച്വേറ്ററിൻ്റെ ആ കണക്ഷൻ വിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മാനുവലായിട്ട് ലോക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഡോറ് തുറക്കാനായിട്ട് സാധിക്കും. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് വന്നിട്ട് മാനുവലായിട്ട് നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ആക്ച്വേറ്ററും കാര്യങ്ങളും ആക്ച്വേറ്റർ മാറണം. അത് മാറാൻ സിമ്പിൾ തന്നെയാണ്. ഒരു സ്ക്രൂ വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു കണക്ഷൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം അത് അതിൻ്റെ ഇടയ്ക്ക് കയറി കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ കണക്ഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ലിവർ അതും മിസ്സാക്കരുത്. ഈ ആക്ച്വേറ്റർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വേറ്റർ പുതിയത് വാങ്ങിക്കുമ്പോൾ ആ ഒരു ലിവർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സെൻട്രൽ ലോക്കിൽ നമുക്ക് ലോക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ചില സമയത്ത് ഈ ആക്ച്വേറ്റർ സ്റ്റക്കായിട്ടിരുന്ന് കഴിഞ്ഞാൽ ബാറ്ററി ഡൗൺ വരെ ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അൺലോക്ക് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ലോക്ക് ആക്കാനായിട്ട് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോർ തുറന്നിട്ട് ഡോർ പാഡ് സിമ്പിൾ ആയിട്ട് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ ലോക്ക് ആയിരുന്ന അവസ്ഥയിൽ നമുക്ക് ഈ ഡോർ തുറക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡോർ പാഡിന്റെ ഉള്ളിൽ വെച്ച് തന്നെ നമുക്ക് തുറന്നാൽ മാത്രമേ നമുക്ക് ആ ആക്ച്വേറ്ററിൽ നിന്നുള്ള കണക്ഷൻ നമുക്ക് വിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ക്രൂ നമ്മൾ അഴിക്കാൻ നോക്കിയപ്പോൾ അത് സ്ക്രൂ ദ്രവിച്ചിരിക്കുകയായിരുന്നു. അതിനിപ്പോൾ നമ്മളിപ്പോൾ പുതിയ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അകത്ത് വെച്ച് നമുക്ക് ഡോർ പാഡ് തുറക്കാനായിട്ട് ഒരു ശകലം പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീട്ടിലെ മനസ്സിലാക്കിയത് ആക്ച്വേറ്റർ സ്റ്റക്ക് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് അൺലോക്ക് ചെയ്ത് എടുക്കാം, അത് മാനുവലായിട്ട് നമുക്ക് ലോക്ക് അൺലോക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീട്ടിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.